ബൈക്ക് ചെയിൻ ഇഞ്ചുറീസ്. നമ്മുടെ കുറേ ചെറുപ്പക്കാരുടെ കയ്യിൽ ബൈക്കുണ്ട്, ബുള്ളറ്റ് ഉണ്ടാവും. നമ്മൾ ബുള്ളറ്റ് എല്ലായിടത്തും ഓടിക്കും, അതിന് ചെയിൻ ഡേർട്ടി ആവും. ചെയിൻ നമ്മൾ ക്ലീൻ ചെയ്യും. നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യുക? സൈഡ് സ്റ്റാൻഡിൽ ബൈക്ക് ചിരിക്കുന്നു, വണ്ടി ഓൺ ആക്കുന്നു, നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നു, ആ ഓടുന്ന ചെയിനിൻ്റെ ഇടയ്ക്ക് നമ്മൾ തുണി കൊണ്ട് കൈ കൊണ്ട് പോകുന്നു. ചിലപ്പോൾ എന്താ സംഭവിക്കുക, ആ ഒരു നിമിഷം കൊണ്ട് ആ തുണി ചെയിനിൻ്റെ ഇടയിൽ കൊടുക്കും, കൂട്ടത്തിൽ നമ്മൾ വിരലും പോവും, നമ്മുടെ വിരൽ മുറിഞ്ഞു പോകും, ചിലപ്പോൾ കംപ്ലീറ്റായിട്ട് കട്ടായി പോകും അല്ലേ. എല്ലാ ആഴ്ചയിലും ഇതുപോലത്തെ 1-2 കേസ് നമ്മുടെ കാഷ്വാലിറ്റിക്ക് വരും. അങ്ങനത്തെ കേസുകൾ നമ്മൾ പലപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരാറുണ്ട് അല്ലേ. അപ്പോൾ അതൊരു പ്രിവെൻറ്റബിൾ കോസ് ഓഫ് ഹാൻഡ് ഇഞ്ചുറിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിക്ക് നമ്മൾ മാക്സിമം അത് വരാണ്ടിരിക്കാൻ നോക്കുക. കാരണം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യെ വിരലുകൾ കംപ്ലീറ്റ് പോയിന്ന് വരും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആകെ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളത് പ്രോപ്പർ പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുക. ഒരു ബൈക്ക് പോലും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ചെയിൻ റണ്ണിങ് ചെയ്തുകൊണ്ട് ചെയിനിലൊരിക്കലും നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കാൻ പാടില്ല. ബൈക്ക് ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുക. അതുപോലെ ബൈക്ക് മെയിൻ സ്റ്റാൻഡിലാക്കിയിട്ട് റണ്ണിങ് അല്ലാത്ത എഞ്ചിനിൽ എപ്പോഴും ബൈക്ക് ചെയിൻ ക്ലീൻ ചെയ്യാൻ നോക്കുക. അത് മാത്രമേ മാറുന്നുള്ളൂ. കാരണം നമുക്കറിയാണ്ട് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറും.